സ്വരാജ് തന്നെ ഏത് കോപ്പിലെ ദൈവം എന്ന് പറയുന്ന വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പിലും അൻവർ ജയിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ പിന്നെ അങ്ങനത്തെ ഒരാൾക്ക് വോട്ട് നൽകിയിട്ട് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റുമോ? കേരളത്തിലെ ഹിന്ദു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അവർ വളരെ മതേതര ഇതിൽ പോകുന്നവരാണ്. ആശാവർക്കന്മാരിപ്പോഴും ഇത് ചെയ്തിട്ടില്ല. അവർ അതിന് അർഹരല്ല എന്നൊരു സ്റ്റേറ്റ്മെൻ്റ് അടുത്ത് വന്നിട്ടുണ്ട് സ്വരാജിൻ്റെ. അല്ല, അത് ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഗവൺമെൻറ് വലിയ പ്രശ്നങ്ങളിലാണ്. ഒരു കാലത്ത് അദ്ദേഹം അയോധ്യ സംഭവത്തിന് ശേഷം കുറച്ച് തീവ്ര നിലപാടുകളും തീവ്രമായ സംഭാഷണവും ബാക്കി എടുത്തിട്ടുണ്ട്. അതുകൊണ്ടുള്ള കളമശ്ശേരി ബസ് കത്തിക്കൽ സമരം ഇതൊക്കെ ഉണ്ടായതിൻ്റെ ഇതാണ്. അല്ലാത്ത കൊല ചെയ്യപ്പെട്ടവരാണ്. അതൊക്കെ കമ്മ്യൂണിസ്റ്റ് ഈ പറയുന്ന നേരത്തെ ഉണ്ടായിരുന്ന ആശയങ്ങളനുസരിച്ച് തോക്കിൻകൊള്ളിലൂടെ വിപ്ലവം. എന്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ഇഷ്യൂ എടുത്തിട്ടു ഈ വന്യമൃഗങ്ങൾ ഇറങ്ങി വരുന്നതാണ്. ആ വിഷയം ചർച്ച ആക്കാതിരിക്കാൻ വേണ്ടി ഇത് നിർബന്ധമായി കൊണ്ടുവന്ന ഒന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഇത്. നമസ്കാരം. നിലപാടിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഒരാഴ്ച നടന്ന സംഭവവികാസങ്ങളെ അനലൈസ് ചെയ്തുകൊണ്ടാണ് ഓരോ ആഴ്ചയിലും നിലപാട് നമ്മൾ സംപ്രേഷണം ചെയ്യുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കേരളത്തിലെ മണ്ഡലത്തിൽ നടന്ന വിവിധങ്ങളായ വിഷയങ്ങളാണ് ഉള്ളത്. യഥാർത്ഥത്തിൽ ഓരോ പ്രദേശത്തും നടക്കുന്ന വിഷയങ്ങളെ വിശകലനം ചെയ്തുകൊണ്ടുള്ള ഒരു സമീപനമാണ് നമ്മൾ നിലപാടിലൂടെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രാവശ്യം നമ്മുടെ കൃത്യമായി പറഞ്ഞാൽ ഇത്തവണ നിലപാട് വളരെ കത്തുന്ന രീതിയിലുള്ള നിലപാടാണ്. കാരണം കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലം അത്തരത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് ഈ നിലപാടുമായി രംഗത്തേക്ക് വരുന്നത്. യഥാർത്ഥത്തിൽ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഈ ആഴ്ച ഉണ്ടായ പ്രധാന വിവാദങ്ങളിൽ ഒന്ന്, പല വിഷയങ്ങളുണ്ടായെങ്കിലും പ്രധാന വിവാദങ്ങളിൽ ഒന്ന് ജമാഅത്തെ ഇസ്ലാമി PDP ബന്ധത്തെ ചൊല്ലിയുള്ള രാഷ്ട്രീയ കലുഷിതമായ ചർച്ചകളാണ്. യഥാർത്ഥത്തിൽ CPM ആണ് ഈ പറയുന്ന ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത്. ആദ്യഘട്ടത്തിലെല്ലാം UDF-ലെ പല കക്ഷികളും ഈ ഇതുപോലുള്ള സാഹചര്യം വരുമ്പോൾ കുറച്ചൊക്കെ പ്രതികരിച്ചാലും പിന്നീട് അവസരത്തിനൊത്ത് മാറുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ CPM-നെ സംബന്ധിച്ച് കൃത്യമായി നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു നിശ്ചിത കാലഘട്ടം വരെ തുടർച്ചയായ കുറേ വർഷങ്ങളായിട്ട് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് വളരെ സഖ്യത്തിലായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് സഖ്യത്തിലായിരുന്ന അവർ ഇപ്പോൾ UDF-ന് പിന്തുണ കൊടുക്കാവുന്ന സാഹചര്യം വന്നു കഴിഞ്ഞപ്പോഴേക്കും വേഗത്തിൽ CPM-ൽ പെട്ടെന്നൊരു മനംമാറ്റവും ഒരു എടുത്തിയാട്ടവും അതല്ലെങ്കിൽ അവരെ ആക്രമിക്കാൻ പല്ലും നഖവും ഉപയോഗിച്ച് മുന്നോട്ട് വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇതിനെ എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുക? CPM എല്ലാ കാലത്തും ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വോട്ട് നേടുന്നതിന് പല സ്ട്രാറ്റജി എടുക്കാറുണ്ട്. അത് ഇപ്പം നിലമ്പൂരിലെടുത്ത ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അവിടെ BJP കാൻഡിഡേറ്റ് ഇല്ല. BJPയുടെ മറ്റൊരു അതായത് BDJസിൻ്റെ സീറ്റാണത്. പക്ഷെ അവസാനം പിന്നെ ഒരാളെ കൊടുന്ന് നിർത്തി. പക്ഷേ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്നുള്ള ആളാണ്. അപ്പോൾ CPM-ന് ജയിക്കണമെങ്കിൽ BJPക്ക് പോകുന്ന വോട്ടുകൾ കൂടി കിട്ടണം. പ്രത്യേകിച്ച് സ്വരാജ് ഒരു ഹിന്ദു കമ്മ്യൂണിറ്റി എന്ന് നായർ കമ്മ്യൂണിറ്റി നിന്ന് വരുന്ന ഒരാളാണ്. അവിടെ അവർക്ക് ഒട്ടനവധി വോട്ടുകളുമുണ്ട്. അപ്പോൾ അത് BJPയുടെ ആ വോട്ട് ലഭിക്കണമെങ്കിൽ ഇത്തരത്തിൽ എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ഇറക്കിയാൽ മാത്രമേ പറ്റുള്ളൂ. അതിനു വേണ്ടിയാണല്ല, അല്ലെങ്കിൽ ഇത്തരത്തിൽ പറയേണ്ട ആവശ്യമില്ല. സമയാസമയങ്ങളിൽ എല്ലാവരുമായിട്ടും കൂട്ടുകൂടിയിട്ടുള്ള ഒരു പാർട്ടിയാണ് CPM. അതിൽ ഏറ്റവും വലിയത് എന്താണെങ്കിൽ ഈ ജനസംഘവുമായി അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിച്ചിട്ടുണ്ട്. അതിവിടെ വളരെ അന്ന് മുതൽ ഈ പറയുന്ന കൂട്ടുകെട്ടുണ്ട്. അപ്പോൾ അന്ന് ശ്രീ പിണറായി വിജയൻ പോലും ജയിച്ചിട്ടുള്ള അന്ന് ആ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് ജയിച്ചിട്ടുള്ളത്. അതിന് ശേഷം ഈ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് കൂട്ടുകെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ
മറ്റുള്ള PDPയുമായിട്ട് ഇപ്പോൾ ഓൾറെഡി ഞങ്ങൾ കൂട്ടാണെന്ന് പറയുന്നു. ഇവിടെ ഒരു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക വിഷയം എന്താണെങ്കിൽ, മഹദൂദി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു കാര്യം, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. അതിനെ ഇപ്പോൾ പൊക്കിക്കൊണ്ടിട്ട് ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ തോക്കിൻകുഴലിലൂടെ വിപ്ലവം എന്ന കമ്മ്യൂണിസ്റ്റ് ആശയം ഇപ്പോഴും അത് തന്നെയാണോ? അതന്ന് പറഞ്ഞ ആളുകളൊക്കെ മരിച്ചുപോയി. 57 തെരഞ്ഞെടുപ്പിലൂടെ CPM അധികാരത്തിൽ വന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ വരുന്നത് കേരളത്തിൽ 57 ലോകത്ത് ആദ്യമായിട്ടാണ്. അപ്പം ആ മുൻകാലങ്ങളിൽ പറഞ്ഞ തോക്കിൻകുഴലിലൂടെ വിപ്ലവം എന്ന് പറയുന്ന അതല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അന്ന് അങ്ങനെ പറഞ്ഞവരാണ് എന്ന് പറയണ്ടേ, ഇപ്പം അതല്ലല്ലോ. അപ്പോൾ കാലാകാലങ്ങളിൽ മാറ്റങ്ങൾ എല്ലാവരും ഉണ്ടാകുന്നുണ്ട്. ജമാഅത്ത് ഇസ്ലാമി ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ, വളരെ പ്രത്യേകിച്ച് കേരളത്തിൽ പറഞ്ഞാൽ, അവർ വളരെ ഒരു ഫോർവേഡ് തിങ്കിങ്ങിൽ വളരെ കൃത്യമായിട്ട് പോകുന്നവരാണ്. പറഞ്ഞ ആൾ എത്ര വർഷം മുമ്പ് പറഞ്ഞു, അന്നത്തെ ഒരു കാലാവസ്ഥയിൽ പറഞ്ഞു, അദ്ദേഹം മരിച്ചും പോയി. ഇനിയിപ്പോൾ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നിട്ട് ഇതല്ല എന്ന് പറയിപ്പിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അന്നത്തെ പറഞ്ഞത് അതേപോലെ തിരിച്ച് ആ പറഞ്ഞവരെ കൊടുത്തിട്ട് പറയിപ്പിക്കണം. അപ്പം ഇത് രാഷ്ട്രീയമായി മുതലെടുപ്പിനുള്ള ഇത് മാത്രമായിട്ട് ഞാൻ കണക്കാക്കുന്നുള്ളൂ. വോട്ട് കൂടുതൽ കിട്ടുന്നതിനുള്ള മുതലെടുപ്പ്. അല്ലെങ്കിൽ ഇതൊരിക്കലും ഒരു വിഷയമാക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല, അതിലൊരു വിഷയം നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അവിടെ ഇപ്പോൾ നിലമ്പൂരിനടുത്ത് ഏതാണ്ട് 60% മുസ്ലിംസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി 15 to 18% മറ്റോ ഉണ്ട്. മൈനോറിറ്റികളാണ്. മനസ്സിലായോ? മൈനോറിറ്റികൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഭൂരിഭാഗവും വിശ്വാസികളാണ്. അപ്പോൾ സ്വരാജ് തന്നെ ഏത് കോപ്പിലെ ദൈവം എന്ന് പറയുന്ന വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഏത്? അപ്പോൾ അത്ര രൂക്ഷമായിട്ടൊരു പക്ഷേ നമ്മുടെ UDFൻ്റെ കാൻഡിഡേറ്റ് പറഞ്ഞിട്ടില്ല. ഏത്? അപ്പം നമ്മൾ എടുക്കേണ്ട ഒരു കാര്യം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ എലക്ഷൻ വരുമ്പോൾ മാത്രം മതിയോ വിശ്വാസികളുടെ അടുപ്പവും കൂട്ടായ്മയും വോട്ടിന് വേണ്ടിയല്ലേ? തീർച്ചയായും കബളിപ്പിക്കലാണ്. അപ്പം ഞാൻ പറയുന്നതാണെങ്കിൽ എല്ലാ വിശ്വാസികളും വളരെ കാര്യമായി ഇത്തരത്തിൽ മതത്തിൻ്റെ കാര്യങ്ങൾ കൊണ്ടുവന്ന് വോട്ട് നേടുന്ന വേണ്ടി ഇറക്കുന്ന ആളുകളെ തിരിച്ചറിയണം. മനസ്സിലായി? പക്ഷേ ഇപ്പോൾ അവിടെ ഒരു പ്രശ്നം എന്താണെങ്കിൽ, അപ്പോൾ ഈ രണ്ടാളും പറഞ്ഞിട്ടുണ്ട് മുൻപ് എന്നുള്ളൊരിത് വരികയാണ്. അങ്ങനെ ഒരു പിന്നുള്ള ഒന്ന് അൻവറാണ്. അൻവറിനെ ജയിപ്പിച്ചുകൊണ്ട് ആർക്കും അവിടെ ഒരു നേടാനില്ല. അൻവർ ഒന്നാമത്തെ ഇലക്ഷനിൽ ഇപ്പോൾ കാൻഡിഡേറ്റായി നല്ല ക്യാമ്പയിൻ തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ അവസാനത്തെ 4 ദിവസം ഉണ്ടെന്നൊക്കെ പറയുന്നത്. മാത്രമല്ല, അങ്ങനെ വന്നാലും അൻവറിൻ്റെ ഒരു വിഷയം എന്താണെങ്കിൽ, അൻവർ ഒരു 4ാം മുന്നണി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ ആപ്പിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ, വേറെ ഇല്ല. ഇപ്പം നമ്മളന്ന് പറഞ്ഞ് 4ാം മുന്നണി എന്നുള്ളത് യാഥാർത്ഥ്യമാക്കും നമ്മൾ ഈ ത്രിതല പഞ്ചായത്ത് വരുമ്പോൾ എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷെ പുള്ളി അതിൻ്റെ മുകളിൽ എടുത്തിയാടി 4ാം മുന്നണി എന്നുണ്ടെങ്കിലും അതിൽ കാര്യമായിട്ട് ആരുമില്ല. അപ്പോൾ മാത്രമല്ല, LDFുമായി ഒരിക്കലും ചേരാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അൻവറുള്ളത്. അതേപോലെ തന്നെ ഇപ്പോൾ UDFുമായി ആയി. അപ്പോൾ 8 മാസത്തിന് അൻവർ അവിടെ ജയിച്ചാലും അത് കഴിഞ്ഞാൽ അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ആ തെരഞ്ഞെടുപ്പിലും അൻവർ ജയിച്ചിട്ടും കാര്യമില്ല. കാരണം കോൺഗ്രസിൻ്റെ UDFിൻ്റെ ഭാഗമില്ല, LDFിൻ്റെ ഭാഗമില്ല, BJPയുടെ NDA ജയിക്കാനും പോകുന്നില്ല. അപ്പോൾ പിന്നെ അങ്ങനത്തെ ഒരാൾക്ക് വോട്ട് നൽകിയിട്ട് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റുമോ? മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ചില ചാഞ്ചാട്ടങ്ങളും മറ്റുള്ളൊക്കെ അറിയാമല്ലോ, പല കാര്യങ്ങളിലും. അപ്പം അതുകൊണ്ട് അൻവറിന് വോട്ട് ചെയ്തിട്ടും കാര്യമില്ല. ഇത് ഒന്ന് ജയിക്കുമോ എന്നുള്ളത് വേറെ കാര്യം. എങ്കിലും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വോട്ടുകൾ ഞാൻ കാണുന്നത് UDFിലേക്കായിരിക്കും പോകുന്നത്. അതിലേക്കാണ് സാധ്യതകൾ. പ്രത്യേകിച്ച് ഇങ്ങനൊരു വിവാദം കൊണ്ടുവന്നുകൂടി. കാരണം ജനങ്ങൾ ഇവിടെ വളരെ ഇതൊക്കെ കൃത്യമായിട്ട് നോക്കുന്നവരും മനസ്സിലാക്കുന്നവരാണ്. അല്ലാതെ ഈ മതവിദ്വേഷം ഉണ്ടാക്കിയിട്ട് വോട്ട് നേടുന്നതിന് ഇത്തരം ഈ കുൽസിത ശ്രമങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിന് അനുയോജ്യമല്ല. അങ്ങനെയാണെങ്കിൽ അത്തരത്തിൽ നടക്കുമായിരുന്നെങ്കിൽ ശബരിമല വിഷയം കത്തിയപ്പോൾ അത് ഒരിക്കലും LDFനെ ഒരിക്കലും ബാധിച്ചിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഏറ്റവും കൂടുതലുള്ള കമ്മ്യൂണിറ്റി ഹിന്ദു കമ്മ്യൂണിറ്റി അല്ലേ. BJP കത്തിക്കാൻ ശ്രമിച്ചെങ്കിലും അതിനൊന്നും നടന്നില്ലല്ലോ. കാരണം എന്താ? ജനങ്ങൾ തിരിച്ചറിയുന്നവരാണ്. അവർക്ക് കൃത്യമായിട്ട് അറിയാം ഇവിടുത്തെ കേരളത്തിലെ ഹിന്ദു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അവർ വളരെ മതേതര ഇതിൽ പോകുന്നവരാണ്. വളരെ കുറച്ച് പേര് മാത്രമുള്ളൂ ഈ RSSൻ്റെ BJPയുടെ വന്നിട്ടുള്ള ചില ആളുകൾ. അതും നോർത്ത് ഇന്ത്യയിൽ എടുക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ചുകൂടെ നല്ല ഇതിലുള്ളവരാണ്. അത്ര വിദ്വേഷമായിട്ടുള്ള കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ പറയുന്നവർ, പേരെടുക്കാൻ വേണ്ടി പറയുന്നവരല്ല. അത് അവർ
ഉള്ളിൽ ഒരു കുഴപ്പക്കാരൊന്നുമല്ല. അപ്പോൾ അതാണ് കേരളത്തിൻ്റെ ചരിത്രമെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത് തിരിച്ചടിക്കുമെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. മാത്രമല്ല, നമ്മൾ എടുക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ സർക്കാർ എന്തെല്ലാം പറഞ്ഞാലും ഇപ്പോൾ ആശാവർക്കന്മാരിപ്പോഴും ഇത് ചെയ്തിട്ടില്ല. എന്തെല്ലാം വാരിക്കോരി കൊടുക്കുമെന്ന് പറഞ്ഞാലും ഇപ്പോഴും അവർ അതിന് അർഹരല്ല എന്നൊരു സ്റ്റേറ്റ്മെൻ്റ് അടുത്ത് വന്നിട്ടുണ്ട് സ്വരാജിൻ്റെ നിന്ന്. അവർക്ക് ഇത്രയും കൂട്ടിക്കൊടുത്തത് ഞങ്ങളാണ്. അപ്പോൾ എന്നിട്ട് എന്തിന് സമരത്തിന് പോന്നു? അത് പൊളിറ്റിക്കലായിട്ടുള്ളതാണെന്ന് പറയുന്നത്. പൊളിറ്റിക്കലായിട്ടെന്ന് പറയുമ്പോൾ ഒരു ഇലക്ഷൻ്റെ സമയത്ത് അവർ 4 മാസം ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും അത്ര ഗവൺമെൻറ്റിന് എതിരായിട്ടുള്ളൊരു വരണമെന്നുള്ള സമരം ചെയ്യുന്നവർക്കുണ്ടാവുമല്ലോ. അതിനവർ ചെയ്യുന്നതാണ്. അല്ല, ഇപ്പോൾ തന്നെ അവരുടെ ഹൗസ് ക്യാമ്പയിൻ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് ഏകദേശം ഇടത് അനുകൂലികളായ 50ഓളം പേർ ഈ പറയുന്ന UDF സ്ഥാനാർത്ഥിക്ക് ആര്യാടൻ ഷൗക്കത്തിനോട് അനുകൂലമായ നിലപാടുമായി ആശമാരുടെ നേതൃത്വത്തിൽ വന്നു എന്നുള്ളതാണ്. അല്ല, MV ജയരാജൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇന്ന് ഏതിലോ കണ്ടു, ഒരു TV ചാനലിൽ അഭിമുഖത്തിൻ്റെ ഭാഗമായിട്ട്. അവിടെ അതിന് ആശാവർക്കന്മാർ അവിടെ ഉള്ളവർക്ക് നമ്മുടെ കൂടെയാണ്. പുറത്തുനിന്ന് വന്ന കുറച്ച് ആൾക്കാർ വന്നു വെച്ചിട്ട് അവിടെ അവർക്ക് തോട്ടാൾ എന്ന് ചോദ്യം ചോദിക്കുന്നുണ്ട്. എനിവേ, നമുക്കൊരു 23-ാം തീയതി ആകുമ്പോൾ കൃത്യമായിട്ട് അറിയാം നമ്മുടെ ഈ വിശകലനം കറക്റ്റാണോ എന്നുള്ളത്. CPM-നെ പിന്തുണയ്ക്കാത്തവരെല്ലാം വർഗീയവാദികളാണ്. അതുപോലെ തന്നെ നരേന്ദ്രമോദി ഫാഷിസ്റ്റ് അല്ല, ഇപ്പൊ അദ്ദേഹത്തിന്റെ ഫാഷിസ്റ്റ് രീതിയെല്ലാം മാറി എന്നുള്ള ഈ മാർക്സിസ്റ്റ് നാവുകളിൽ നിന്ന് വരുന്ന ചില പ്രയോഗങ്ങൾ ആരെയൊക്കെയോ വെള്ള പൂശിക്കൊണ്ട് പോകാനുള്ള ചില ശ്രമങ്ങളുടെ ഭാഗമല്ലേ? അല്ല, അത് ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഗവൺമെൻറ് വലിയ പ്രശ്നങ്ങളിലാണ്. വെറുപ്പിക്കാൻ പറ്റില്ല. ഒരു കേന്ദ്രവുമായിട്ട് വെറുപ്പിച്ചുകൊണ്ട് പോകാൻ ഒരു താല്പര്യം കാണിക്കുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ ഗവൺമെൻറ്റിനെതിരെയുള്ള കേസുകൾ, കുടുംബങ്ങൾക്കെതിരെയുള്ള കേസുകൾ, അതുപോലെ മറ്റ് പല വിഷയങ്ങളും നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, സാമ്പത്തികമായി ഇത്രയും പ്രശ്നങ്ങൾ കിടക്കുമ്പോൾ കേന്ദ്രത്തിന് വെറുപ്പിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ടൈറ്റാക്കിയാൽ ശമ്പളം കൊടുക്കാനുള്ള പൈസ പോലും കിട്ടാത്ത അവസ്ഥ വരും. പെൻഷനോ കൊടുക്കാൻ പറ്റില്ല, അതും കൊടുക്കുക. ആ ഒരു അവസ്ഥയിലേക്ക് ഒരു കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുകൊണ്ട് ഒരു ഭരണാധികാരി തീർച്ചയായിട്ടും എടുക്കുന്ന സ്റ്റെപ്പ് നല്ലതാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഒരു മാന്യമായ സൗമ്യമായ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുക എന്നുള്ളത് അതിലൊരു മറ്റൊരിതിൽ എടുക്കണ്ട. അല്ലാതെ അത് മറ്റൊന്നിൻ്റെയും സൂചനയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, PDP പീഡിത വിഭാഗമാണ്, അതുകൊണ്ടാണ് അവരോടൊപ്പം നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ, അതായത് ഈ CPM-ന്റെ മുഖ്യമന്ത്രിമാരായ നയനാരുടെയും VS അച്യുതാനന്ദന്റെയും കാലഘട്ടത്തിലാണ് PDP-യുടെ സ്ഥാപകനും നേതാവുമായ അബ്ദുൽ നാസർ മഹദിനെ അടക്കം പിടികൂടി ബലപ്രയോഗത്തിലൂടെ കർണാടകയ്ക്ക് കൈമാറുകയൊക്കെ ചെയ്തത്. അല്ല, പീഡിപ്പിച്ചത് ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ച പേര് പോലെ തന്നെ PDP-യോട് ചേർന്ന് നിൽക്കുന്ന പ്രയോഗം നടത്തി. ഇപ്പോൾ പെട്ടെന്ന് അവരുടെ ഇതെല്ലാം മാറി എന്നും പറഞ്ഞ് കൂടെ ചേർക്കുന്ന ഒരു സമീപനം കാണുന്നു. അല്ല, അത് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ് സൂചിപ്പിച്ച് തന്നെയാണത്. ഒരു കാലത്ത് അദ്ദേഹം അയോധ്യ സംഭവത്തിന് ശേഷം കുറച്ച് തീവ്ര നിലപാടുകളും തീവ്രമായ സംഭാഷണവും ബാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അതിൽ ഒരു കൈവിട്ട കളി എന്ന പോലെ അതുകൊണ്ടുള്ള കളമശ്ശേരി ബസ് കത്തിക്കൽ സമരം ഇതൊക്കെ ഉണ്ടായതിൻ്റെ ഇതാണ്. അപ്പോൾ അത് അദ്ദേഹം തന്നെ തിരുത്തി ചില തെറ്റുകൾ വന്നിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അത് നമുക്ക് വിശ്വസിക്കണം. മനസ്സിലായോ? മുസ്ലിം ലീഗ് കൃത്യമായ ഇത് എടുക്കുന്നില്ല എന്നുകൊണ്ടാണല്ലോ സുലൈമാൻ സേട്ട് നിന്ന് മാറിപ്പോയിട്ട് തീവ്രത പോരാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ അയ്യനിലെവിടത്തിൽ അവസാനം എന്ത് ചെയ്തു? ഈ പറയുന്നിടത്തെത്തി. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് ലോകത്താകമാനം എടുത്താൽ യുദ്ധങ്ങളിൽ മരിച്ച് പോയവരേക്കാൾ, കൊല്ലപ്പെട്ടവരേക്കാൾ കൂടുതൽ അല്ലാത്ത കൊല ചെയ്യപ്പെട്ടവരാണ്. അതൊക്കെ കമ്മ്യൂണിസ്റ്റ് ഈ പറയുന്ന നേരത്തെ ഉണ്ടായിരുന്ന ആശയങ്ങളനുസരിച്ച് തോക്കിൻകൊള്ളിലൂടെ വിപ്ലവം എന്ന് പറയുന്നതിൽ വന്നിട്ടുള്ള. അപ്പോൾ കംബോഡിയ അതുപോലെ പലതും എടുക്കുക. ലോകത്തെ ഏറ്റവും കൂടുതൽ കൊല ചെയ്യപ്പെട്ടത് അത്തരം സ്ഥലങ്ങളിലാണല്ലോ. യുദ്ധങ്ങളിൽ പോലും അത്തരം മരണങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ അവിടുത്തെ CPM അങ്ങനെയാണെന്ന് വരുന്നുണ്ടോ, അല്ലെങ്കിൽ CPM അങ്ങനെയാണെന്നുണ്ടോ? മാറ്റങ്ങൾ വന്നു. ഇപ്പം നക്സലൈറ്റ്സിന് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു കാലഘട്ടമായി. അത് ചുരുങ്ങി അവരെല്ലാം മെയിൻ സ്ട്രീമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാലം. മാറ്റങ്ങൾ വരുന്നതനുസരിച്ച് ആ നിലപാടുകളെ അവർ ഇപ്പോൾ എടുക്കുന്ന നിലപാടുകളായിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. അല്ല, ജമാഅത്തെ ഇസ്ലാമിയെ എടുത്തു കഴിഞ്ഞാൽ അവർ വളരെയധികം, അതായത് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അവർ ഇന്ന് മുന്നോട്ട് വയ്ക്കുന്നത്, ശരിക്കും പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന, ഇത് ഇപ്പോൾ ഇടതുപക്ഷം എന്ന് പറയുന്നുണ്ട്, ഇടതുപക്ഷത്തെ കൂടുതൽ നന്നായി ഇടപെടുന്ന ഇവരാണ്. അത്തരത്തിലുള്ള
ഈ താഴെത്തട്ടിൽ പല കാര്യങ്ങളിലും. അപ്പം അത് ജനകീയ പ്രശ്നങ്ങൾ അങ്ങനെ ഇടപെടുന്നതുകൊണ്ടാണ് അവരോട് ഈ എതിർപ്പും. കാരണം നമ്മുടെ സ്റ്റാൻഡ് നഷ്ടപ്പെടുകയാണ്. മാത്രമല്ല ഈ കമ്മ്യൂണിസത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. അത് പോയി. ഇന്ന് ക്യാപിറ്റലിസ്റ്റിക് ഇതിലേക്ക് പോയി കഴിഞ്ഞു. സോഷ്യലിസ്റ്റ് മൂവ്മെൻറ്റുകൾ പലതും പണ്ടുണ്ടായിരുന്നു തന്നെ. ഇന്ന് സോഷ്യലിസ്റ്റാണെന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെ അവരും അതിൽ നിന്നും വിട്ടുകൊണ്ട് ഈ ക്യാപിറ്റലിസ്റ്റിക് ഇതിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ ആ മാറ്റങ്ങൾ നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടെ പറയും എന്നല്ലാതെ അപ്പുറത്ത് വരുമ്പോൾ ഇവരൊക്കെ ക്യാപിറ്റലിസ്റ്റ് ചിന്താഗതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. വേൾഡ് ഓർഡർ അങ്ങനെയാണ് ഇപ്പോൾ. ഞാൻ ചോദിക്കട്ടെ, പണ്ട് കാലത്ത് ഇപ്പം CPM-ൻ്റെ പല ഇതെടുത്താൽ തന്നെ നമുക്കറിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പലതും ഇതുപോലെ ട്രാക്ടർ കൊടുന്നപ്പോൾ അനുവദിക്കാത്തതും പിന്നീട് അതെല്ലാം ഇത് എടുക്കേണ്ടി വന്നതും കമ്പ്യൂട്ടർ ആണെങ്കിലും ഇപ്പോൾ ഈ പറയുന്ന പുതിയ സംവിധാനങ്ങൾ ഓട്ടോമേഷനും AI ബാക്കിയൊക്കെ വന്നപ്പോൾ അതിലേക്കും മാറേണ്ടി വരില്ലേ. ഇപ്പം കേരളത്തിൽ ഏറ്റവും അധികം കൂടുതൽ തൊഴിൽ ലഭിക്കുന്നത് IT റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി എന്നല്ലേ. നമുക്ക് നമ്മുടെ സർവീസ് സെക്ടറിലല്ലേ ഇന്ന് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. ഇൻഡസ്ട്രി പോയല്ലോ, ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഇല്ലല്ലോ. പറയുമ്പോൾ അതുണ്ട് പലതെന്ന് പറഞ്ഞാൽ തന്നെ മിക്കവാറും വലിയ വലിയ ഇൻഡസ്ട്രീസൊക്കെ പോയി. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയുന്നില്ല. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറേണ്ടതുണ്ട്. വളരെ രീതിയിൽ ഇങ്ങനെ ഇടത് സർക്കാർ മുന്നോട്ട് പോവുകയും അല്ലെങ്കിൽ പുരോഗമനപരമായ കാര്യങ്ങൾ നടത്തുമെന്ന് പറയുമ്പോൾ പോലും തന്നെ വിശ്വാസി സമൂഹത്തെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ, അതിനുവെച്ചാൽ മതവിശ്വാസം ഉള്ളവരെ കൈകാര്യം ചെയ്യുന്നതിൽ പലപ്പോഴും വീഴ്ചകൾ സംഭവിക്കുന്നു. ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് സമയത്തല്ല, ഇപ്പോൾ ഏറ്റവും അവസാനം വന്നൊരു കാര്യമായിരുന്നു സ്കൂളുകളിലെ സമയമാറ്റമൊക്കെ. ഈ സ്കൂളുകളിലെ സമയമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട സമസ്ത പോലുള്ള സംഘടനകളെല്ലാം വളരെ ശക്തമായി തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ഇതൊരു കൂടിയാലോചന നടത്താതെ പെട്ടെന്നെടുക്കുന്ന ചില തീരുമാനങ്ങൾ ഇവർക്ക് തിരിച്ചടിയായി മാറുന്നില്ലേ? അല്ല, സമസ്ത അങ്ങനെ എടുക്കുന്ന എന്തുകൊണ്ടാണെങ്കിൽ അവർക്ക് ഈ മദ്രസകൾ കാലത്തുണ്ട് വൈകിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഒരു ക്ലാസ്സിലാണ്, 1-ാം ക്ലാസ്സിൽ കാലത്താണ് മദ്രസ ഉണ്ടെങ്കിൽ 2-ാം ക്ലാസ്സിൽ വരുമ്പോൾ വൈകിട്ടായിരിക്കും. അങ്ങനെ ഷിഫ്റ്റ് ഇതിലാണ്. അപ്പോൾ കുട്ടികൾ നേരത്തെ പോകേണ്ടി വരുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം മദ്രസ കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് കിട്ടുന്ന വളരെ ചുരുങ്ങിയ ഒരു 1 hour കിട്ടുള്ളൂ ആകെ. അപ്പോൾ അതും പിന്നെയും 15 minute നേരത്തെ മുമ്പ് കട്ട് ചെയ്യേണ്ട പ്രശ്നങ്ങളുണ്ട്. വീണ്ടും വീട്ടിൽ നിന്ന് പോയി പിന്നെ രണ്ടാമത് കിട്ടണം അവർക്ക് സ്കൂളിൽ പോകാനായിട്ട്. വൈകുന്നേരങ്ങളിലാണെങ്കിലും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടുള്ള അത് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് മാത്രമേ ആ പ്രശ്നം വരുന്നുള്ളൂ. ബാക്കിയുള്ളവർക്ക് ഇപ്പോൾ സൺഡേ ക്ലാസ് ഉള്ളൂ. അല്ലെങ്കിൽ മറ്റുള്ള ഹിന്ദു കമ്മ്യൂണിറ്റിക്കാണെങ്കിൽ അങ്ങനത്തെ ഒരു ഇതില്ല, അമ്പലത്തിൽ പോകുന്നുണ്ടായിരിക്കുന്നല്ലാതെ ഇത്തരം ഈ മതപഠനത്തിന് വേണ്ടിയിട്ടുള്ളൊരു വ്യവസ്ഥാപിത സംവിധാനം അവർക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവരതിനെ പറഞ്ഞതാണ്. അപ്പോൾ അത് ആലോചിക്കണമായിരുന്നു. ആലോചിച്ചിട്ട് അങ്ങനെ അവരുടെയും കൂടി ഇത് എടുത്തുകൊണ്ട് ഒരു ടൈം അറേഞ്ച്മെൻ്റ് ആക്കുമായിരുന്നെങ്കിൽ കുറച്ച് നന്നായിരുന്നു. അതാണ് വേണ്ടത്. ഒന്നുകിൽ കാലത്ത് നേരത്തെ തുടങ്ങുക, അപ്പോൾ വൈകിട്ട് നേരത്തെ വിടാം. അല്ലെങ്കിൽ ഇപ്പോഴുള്ള ടൈമിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ. പക്ഷെ അതൊരു ഏത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അതിൽ എല്ലാവരുമായി കൂടിയാലോചിക്കുകയാണെങ്കിൽ പ്രശ്നം വരുന്നില്ല. അതാണത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് അവിടുത്തെ വന്യമൃഗശല്യം. അത് തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് മാത്രമല്ല, ആ നാട്ടിലെ സാധാരണക്കാരായ മുഴുവൻ കർഷക സമൂഹവും അനുഭവിക്കുന്ന വലിയൊരു വിഷയമാണ് നിലമ്പൂർ മേഖലയിലെ വന്യമൃഗശല്യം. ഏത് സർക്കാർ മാറി മാറി വന്നാലും കൃത്യമായ രീതിയിൽ ഇതിനൊരു തടയിടുന്നതിനോ മറ്റുമൊന്നും സാധിച്ചിട്ടില്ല. ഏറ്റവും അവസാനമായി അവിടെ സംഭവിച്ചത് ഒരു യുവാവായ ഒരു ചെറുപ്പക്കാരനായ ഒരു കുട്ടി ആ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ആ പറയുന്ന കുഞ്ഞ് ഒരു വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് മരിക്കുന്ന വരെ സാഹചര്യം ഉണ്ടായി. അതിനോട് സർക്കാരിന്റെ ഏജന്റ് അല്ലെങ്കിൽ പ്രതിനിധി എന്ന രീതിയിൽ വനമന്ത്രി ശശീന്ദ്രന്റെ എല്ലാം പ്രസ്താവനകൾ വാവിട്ട കോടാലി പോലെയാകുന്ന സാഹചര്യം എല്ലാം കണ്ടു. ഇതെല്ലാം ശരിക്കും ഒരു എന്താ പറയുക, യാതൊരുവിധ ആലോചനയും ഇല്ലാതെ അല്ലെങ്കിൽ പ്രായോഗികത പഠിക്കാതെ എന്ത് വായിൽ വരുന്നതും വിളിച്ചു പോവുക എന്നുള്ള നിലപാട് ഒരു ജനപ്രതിനിധി സ്വീകരിക്കുന്നത് തികച്ചും ഒരു തെറ്റായ ഒരു രീതിയാണ്. അത് എത്രത്തോളം ഇതിനെ ഈ പറയുന്ന വിഷയം അവിടെ വലിയ തോതിൽ കത്തുന്ന ഒരു വിഷയമാണ്. അതിനെ എങ്ങനെയാണ് NCP എന്ന് പറയുന്ന പാർട്ടി കാണുന്നത്? അതിൽ ഈ ശശീന്ദ്രൻ അവിടെ കുറച്ച് സ്മാർട്ടാവാൻ നോക്കിയതാണ്. കാരണം ഇത്തരത്തിലൊരു വിഷയം ഉണ്ടായപ്പോൾ തീർച്ചയായിട്ടും അത് ഏറ്റവും കൂടുതൽ ഈ വരാൻ പോകുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഗവൺമെൻറ്റിനാണ്. അപ്പോൾ ഗവൺമെൻറ് ഓൾറെഡി പ്രതിക്കൂട്ടിൽ എന്ന് പറയുമ്പോൾ അവിടുത്തെ ഈ കാട്ടിലെ ആനകളുടെയും കടുവയുടെയും പുലിയുടെ ഒക്കെ ശല്യങ്ങളും മരണങ്ങളും അതുമായിട്ട് ഉള്ള എനിമൽ ഹ്യൂമൻ കോൺഫ്ലിക്റ്റിൻ്റെ ഒരു വിഷയം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് എന്നെ തിരിച്ചു വിടുന്നതിന് വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചൊരു സൂത്രമായിരുന്നു. പക്ഷെ അത് ചീറ്റിപ്പോയി.
രണ്ടാമത്തത് ഇപ്പം നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ എന്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ഇഷ്യൂ എടുത്തിട്ടു, സർക്കാരിന് നിലമ്പൂരിനെ സംബന്ധിച്ച് അവിടുത്തെ ആളുകൾ, ഇത് മലയോര കർഷകരിലുള്ള ആളുകളുടെ മുഴുവൻ വിഷയം, മലയോരം എന്ന് മാത്രമല്ല ഇപ്പോൾ നാട്ടിലേക്ക് വരെ പുലിങ്കട് ഇറങ്ങി തുടങ്ങി, അവരുടെ വിഷയം ഇതാണ്, ഈ വന്യമൃഗങ്ങൾ ഇറങ്ങി വരുന്നതാണ്. ആ വിഷയം ചർച്ച ആക്കാതിരിക്കാൻ വേണ്ടി ഇത് നിർബന്ധമായി കൊണ്ടുവന്ന ഒന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ. ഇത് സബ്ജക്റ്റ് മാറിയല്ലോ, ഇപ്പൊ മുഴുവൻ ഇപ്പം ഇതിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഗവൺമെൻറ് മറ്റേ സൈഡ് അവിടെ അതിലേക്ക് ചർച്ച പോകുന്നില്ല. അതുകൂടി ഒരു ഉദ്ദേശമാണോ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് CPM-ൻ്റെ നേതൃത്വത്തിൽ ഇത് ഇറക്കിയതെന്ന് പോലും ഞാൻ സംശയിക്കുന്നു. അതാണ് അതിൽ. NCP പോലുള്ള ഒരു പ്രസ്ഥാനം ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നു, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് NCP പാർട്ടി മത്സരിക്കുമെന്നെല്ലാം ആദ്യം അറിയിച്ചിരുന്നു. പിന്നീട് അതിലേക്ക് ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചർച്ചകളിലേക്ക് വരികയോ അല്ലെങ്കിൽ അത്ര നിലപാട് സ്വീകരിക്കുകയോ ചെയ്തില്ല. എന്തായിരുന്നു അതിനൊരു കാരണം? അല്ല, ഞങ്ങൾ ഒറ്റയ്ക്ക് ഇപ്പോൾ മത്സരിച്ചിട്ട് കാര്യമൊന്നുമില്ല, അറിയാലോ. അപ്പോൾ ഈ 4ാം മുന്നണിയുടെ രൂപീകരണവുമായി ബന്ധം ഞങ്ങൾ കുറച്ചധികം വർക്കുകൾ ചെയ്തിരുന്നു, പലരും സഹകരിച്ചു വന്നിട്ടുള്ളതാണ്. പക്ഷെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അതിന് വേണ്ട എന്നുള്ള തീരുമാനം ഞങ്ങൾ എടുത്തു. ഈ ത്രിതല പഞ്ചായത്തിലേക്ക് പോയാൽ മതിയെന്ന്, അതുകൊണ്ട് മത്സരിക്കേണ്ടെന്ന് വെച്ചു. പക്ഷെ അപ്പോഴും ഒരു നിലപാട് വേണമല്ലോ, ഇലക്ഷനിൽ ഇപ്പം ഞങ്ങളുടെ ആളുകൾക്ക് വോട്ട് ചെയ്യുന്ന നിലപാട് വേണമല്ലോ. അതിന് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കൂടിയിരുന്നു. അതിന് ശേഷം ഞങ്ങൾ ഇതിനെപ്പറ്റി ചർച്ച ചെയ്തു. അതിൽ തീരുമാനം എല്ലാവരും മനസ്സാക്ഷി വോട്ട് ചെയ്യേണ്ടതിൽ നമ്മൾ ഒന്നിൻ്റെയും ഇപ്പോൾ ഭാഗമാകണ്ട, കാരണം നമ്മൾ മുന്നണിയിലും ഇല്ല, മനസ്സിലായി. അപ്പോൾ പിന്നെ നമുക്ക് ആരോടും ബാധ്യതയില്ല, ഇന്നാളെ ജയിപ്പിക്കണമെന്നോ ഇത് തോൽപ്പിക്കണമെന്നോ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സാക്ഷി വോട്ടിന് കൊടുക്കാൻ അവിടുത്തെ സാഹചര്യങ്ങൾ നോക്കി അവിടുത്തെ കാൻഡിഡേറ്റ് വിലയിരുത്തിക്കൊണ്ട് അവിടുത്തെ ആളുകളോട് മനസ്സാക്ഷി വോട്ട് ചെയ്യാനുള്ളത് ഉണ്ട്. പിന്നെ മറിച്ചൊന്നാണ്, നമ്മൾ വേറൊരു പറയുകയാണെങ്കിലും അവിടുത്തെ ആളുകൾക്ക് അവരുടെ ഉള്ളിൽ ഓരോരുത്തരുടെ പ്രത്യേകത ഉണ്ടാവില്ലേ. സ്വന്തം വീട്ടിൽ തന്നെ ഭർത്താവും ഭാര്യയും ഒരാൾക്ക് വോട്ട് ചെയ്യും, അതൊക്കെ അവരുടെ ഉള്ളിലുള്ള കാര്യം, രാഷ്ട്രീയം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സാഹചര്യത്തിൽ അല്ലെങ്കിൽ നമുക്ക് കാൻഡിഡേറ്റിൻ്റെ അവിടെ നമ്മൾ ഇറങ്ങാനും പ്രവർത്തിച്ചതിന് വിജയിപ്പിക്കാനും, അപ്പോൾ അതില്ലാത്തടത്തോളം കാലം അല്ലെങ്കിൽ നമ്മുടെ ഒരു മുന്നണിയുടെ ഭാഗമായിട്ടൊരു കാൻഡിഡേറ്റ് വേണം. ഇത് അതില്ലാത്തതുകൊണ്ട് മനസ്സാക്ഷി വോട്ട് ചെയ്യാനായിട്ടുള്ള തീരുമാനം നമ്മൾ എടുക്കേണ്ടത്. പുതിയ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു തെരഞ്ഞെടുപ്പും സംവിധാനവുമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നിലനിൽക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ എല്ലാ എല്ലാ ഭീകരമായ കാര്യങ്ങളും എല്ലാം തീഷ്ണമായ കാര്യങ്ങളും നമ്മൾ കാണുന്നു. ഇതിനിടയിൽപ്പെട്ട് ഉഴലുന്ന വലിയൊരു വിഭാഗത്തെയും നമ്മൾ കാണുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏതായാലും ഈ മാസം 23-ാം തീയതി വരെ കാത്തിരിക്കുന്നതോടുകൂടി തന്നെ വലിയൊരു മാറ്റം, ശരിക്കും പറഞ്ഞാൽ പിണറായി സർക്കാരിന്റെ 3ാം ഘട്ടത്തിലേക്കുള്ള ചവിട്ടുപടിയായി മാറുമോ, അതല്ലെങ്കിൽ PV അൻവർ എന്ന വ്യക്തി ഒരു PC ജോർജ് ആയി മാറുമോ, ആര്യാടൻ ഷൗക്കത്തിനെ അവിടുത്തെ കമ്മ്യൂണിറ്റി എത്ര വർഗീയത വിളമ്പിയാലും അവർ വിജയിപ്പിക്കുമോ തുടങ്ങിയ സമസ്യകളാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ ഘട്ടത്തിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും നിലപാടുമായി വീണ്ടും നമ്മൾ കൂടുമ്പോൾ പുതിയ പുതിയ മാറ്റങ്ങളായിരിക്കും ഈ കാര്യത്തിൽ ഉണ്ടാകുക എന്നാണ് നമുക്ക് പ്രത്യാശിക്കാം.